ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പീരിയഡ്സിനെ പറ്റി തുറപ്പിട്ടിട്ടുണ്ടായിരുന്നു. പീരിയഡ്സ് എന്താണെന്നും അതിൻ്റെ ആചാരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കാര്യം കൂടി എനിക്ക് അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത് ഷെയർ ചെയ്യാനും, അതായത് പണ്ടിപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അമ്പലത്തിൽ പോകുന്നില്ല എന്നുള്ള ചോദ്യം പലരും എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇപ്പോൾ നമ്മൾക്ക് ആ സമയത്ത് അശുദ്ധമാണ്, നമ്മൾക്ക് ബ്ലഡ് എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ബാഡ് സ്മെല്ലുള്ള രീതിയിൽ വരുന്ന ഒരു ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലെ ഒരു പാർട്ടാ പോകുന്നത്. അതെന്തുകൊണ്ടാന്നൊക്കെ ഞാൻ പറയാം. പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. അപ്പൊ അത് ഞാൻ പറയാം. അപ്പൊ പീരിയഡ്സിന്റെ ഈ ഒരു ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ ബ്ലഡ് പോകുന്നതും അപ്പൊ അതുകൊണ്ട് അത് അശുദ്ധമാകുമ്പോൾ അന്യമൃഗങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരും എന്നത് കൊണ്ടുമാണ് നമുക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാണ് ഞാൻ ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനും പിന്നെ വേറെ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോൾ അവരെന്ന് പറഞ്ഞ ഇൻഫർമേഷനും പല രീതിയിലുള്ള ഇൻഫർമേഷൻ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ വാസ്തവത്തിൽ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഇതാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അല്ലാതെ തന്നെ പറയുന്നുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഈ സമയത്ത് നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, 3 days റെസ്റ്റ് എടുക്കണ്ടേ. അപ്പൊ അമ്പലത്തിലേക്ക് പോവാന്നുണ്ടെങ്കിൽ നമ്മള് മാല കോർക്കുന്ന, ഇപ്പൊ അമ്പലത്തിലെ ഇപ്പൊ ഭാര്യമാരൊക്കെ ആണല്ലോ മാല കോർക്കുന്നത്. സോ അവരൊക്കെ മാലയൊക്കെ കോർക്കുമ്പോൾ ആ ഒരു കാര്യമുണ്ട്. സോ അപ്പൊ അതൊക്കെ കൊണ്ടാണെന്ന്, അപ്പൊ അതൊക്കെ ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ ജോലി റെസ്റ്റ് എടുക്കണം നമ്മൾ കഴിയുന്നതും, അങ്ങനെ ഒരു ആചാരമുണ്ട്. പിന്നെ ഇനിയൊരു ആചാരം ഞാൻ കേട്ടു വന്നത്, ഈ നമ്മളിപ്പോ പീരിയഡ്സ് വെച്ച് നമുക്കൊരു നെഗറ്റീവ് എനർജി ആണ് വരുന്നത്, ഒരിക്കലും പോസിറ്റീവ് ആയിരിക്കത്തില്ല. നമ്മൾ ശരീരം ശുദ്ധിയാകുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് എനർജി വരുന്നത്. സോ അപ്പൊ അതുകൊണ്ടുമാണ് പീരിയഡ്സിന്റെ എന്തുവാ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഭഗവാനോ ഭഗവതിക്കോ ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ അശുദ്ധം വെച്ചിട്ട് അകത്തേക്ക് കയറുമ്പോൾ അത് നെഗറ്റീവ് എനർജി ആയിട്ട് ഫീൽ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അമ്പലത്തിൽ ഈ ഒരു സമയത്ത് ആരും അമ്പലത്തിലേക്ക് പോവാത്തത്. അതായത് പീരിയഡ്സ് ആവുന്നവരും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതൊരു അശുദ്ധം. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ അശുദ്ധം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. ആൾക്കാർ തന്നെ ഓരോന്ന് ആചാരം ഉണ്ടാക്കി അതിന് അങ്ങനെ ആക്കി ആക്കി തലമുറയായിട്ട് അങ്ങനെ വന്നു. ഇപ്പൊ ഒരാളൊരു കാര്യം പറയാം, പേഴ്സണലി ഒരു എക്സാമ്പിൾ പറയാന്, ഇപ്പൊ ഒരാളൊരു കാര്യം പറഞ്ഞെന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു കാര്യം പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയാ. അപ്പൊ അത് പറഞ്ഞു പറഞ്ഞ് അതൊരു ദോഷമായി മാറും. അങ്ങനെയൊക്കെ പഴയ കാലത്ത് ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി നമ്മളുടെ തറവാട് വീടിന്ന്, പണ്ടത്തെ വീടിനെയാണ് നമ്മൾ തറവാട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ തറവാട് വീട്, കാവ്, കുളം, ഭഗവതി അമ്പലം എന്നൊക്കെ കഴിയുന്നവര് ഇതുപോലത്തെ ആചാരങ്ങൾ കേട്ട് വളർന്നു. അത് മൊത്തത്തിൽ സ്പ്രെഡായും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഇന്ന് വരെ പീരിയഡ്സിനെ പറ്റി ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ക്രോണോളജിക്കലി ആരും അമ്പലത്തിൽ പോകാറില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ കാസ്റ്റ് വെച്ച് നോക്കുക, അതായത് ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ആണെങ്കിലും അവരും അവരുടെ ഹൈജീനൊക്കെ സൂക്ഷിക്കാറുണ്ട്. കൃത്യമായിട്ട് അവരും എങ്ങും ടച്ച് ചെയ്യത്തില്ല, ഖുറാനിലും തൊടത്തില്ല, കുളിക്കണം, അങ്ങനെയുള്ള ആചാരങ്ങൾ അവർക്കും ഉണ്ട്. പക്ഷെ ക്രിസ്ത്യൻസിന് എന്തുകൊണ്ടില്ല? ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് കുളിക്കണമെന്ന് നിർബന്ധമില്ല. അവര് പള്ളിയിൽ പോവാറുണ്ട് ആ സമയത്ത്. നമ്മൾ ഹിന്ദുക്കളെ മാത്രം അമ്പലത്തിലോ, മുസ്ലിംസും പോകത്തില്ല. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ആ ഒരു രീതിയില്ല. അവര് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ഒത്തിരിയും പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളിൽ തന്നെ ഉണ്ട്. സോ അവരൊക്കെ പീരിയഡ്സ് ആയാലും അവരൊക്കെ അമ്പലത്തിൽ അമ്പലമല്ല പള്ളിയിൽ പോവാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും സൺഡേസ് ഒക്കെ ആണല്ലോ അവർക്ക്. അപ്പൊ അവര് മുടങ്ങാണ്ട് തന്നെ എല്ലാ സൺഡേസും പോവാറുണ്ട്. പീരിയഡ്സ് ആയാലും അവർക്കൊരു പ്രശ്നമില്ല. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും എല്ലാ സമയത്തും അവര് ചർച്ചിൽ പോവാറുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് എന്തുവാ, ക്രിസ്ത്യൻസിന് അതില്ല, മുസ്ലിംസിനും ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ ഒരു ആചാരം കണ്ടുവരുന്നത്. പിന്നെ നമ്മൾ വിദേശത്തൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ, അതായത് ഇന്റർനാഷണൽ, ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നവർക്കും ഈ ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും എന്നുവെച്ചാൽ അവർ അമ്പലത്തിൽ പോകുന്നില്ല. പക്ഷെ എന്നാലും അവർക്കും ഇതുപോലത്തെ ശുദ്ധം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം കേറി കിടക്കും. ഇപ്പൊ എന്താ നമ്മൾ മാറിക്കിടക്കുക എന്നൊക്കെ ഉള്ള തറവാട് വീട്ടിൽ മാത്രമാണ് ഓക്കെ അങ്ങനത്തെ ഒരു നിയമം അനുഷ്ഠിച്ചു വരുന്നത്. അപ്പം ഇപ്പത്തെ എന്റെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാനിവിടെ മാറിയാണ് കിടക്കുന്നത്. കാരണം ഇവിടെ അമ്മയുടെ തറവാടാണിത്. സോ അപ്പൊ ഇവിടെയാണ് കാവും കുളവും ഒക്കെ ഉള്ളത്. അപ്പൊ എനിക്കും ആ ഒരു നിയമം ബാധകമാണ്. ഞാനിപ്പോ അങ്ങനെയാണ് ചെയ്യാറ്. മാറിക്കിടക്കും, രാവിലെ എണീറ്റ് വന്ന് കുളിക്കും, മാറിക്കിടക്കും, അങ്ങനെയൊക്കെയാണ്. ചിലത് പറയുന്നത് നമ്മൾ പീരിയഡ്സ് സമയത്ത് കുളിക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ ഹെഡ് വാഷ് ചെയ്തതാണ് ഓരോരുത്തർ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബേസിക്കലി ഞാൻ ഓരോ വീഡിയോസിൽ കണ്ടിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹെഡ് വാഷ് ചെയ്ത് നമ്മൾ ആ സമയത്ത് നമുക്ക് റെസ്റ്റ് വേണം. പിന്നെ നമ്മൾ ദേഹം കഴുകുക, ദേഹം നന്നായി കഴുകി, ഹൈജീൻ ഉണ്ട്, നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. നമ്മൾ ദേഹം കഴുകുക, പക്ഷെ നമ്മൾ തല വാഷ് ചെയ്യരുത് എന്നൊക്കെ ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഷ്ഠാനവും കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് കുളിക്കാൻ പാടില്ല എന്ന് ഈ ക്ലാസ്സിൽ പറയാമെന്ന്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പീരിയഡ്സിനാകുമ്പോൾ നമുക്ക് അശുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കണം. പക്ഷെ അങ്ങനെയാണ്, തല കുളിക്കരുത്, അങ്ങനെയൊക്കെയാണ്
പറയപ്പെടുന്നത്. അപ്പം നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പൊ മലയാളീസ് ആണ് ദിവസവും പീരിയഡ്സ് ആകുമ്പോൾ രാവിലെ എണീറ്റ് കുളിക്കുക. നമ്മള് മലയാളികൾ അങ്ങനെ ചെയ്യാറുണ്ട് കേരളത്തിലുള്ള ആൾക്കാർ. പക്ഷെ ഞാൻ പുറത്തായത് കൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പീരിയഡ് എപ്പോ ആകുന്നോ എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ രാത്രിയിലായാലും നമ്മൾ കുളിക്കത്തൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് മാറിയിരിക്കും. നമുക്കപ്പോ കുളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാറിയൊക്കെ ഇരിക്കും. നമുക്കത് ഹൈജീനായിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാറിയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും കുളിക്കത്തില്ല ഒന്നുമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിന് പുറത്ത് അത് ഞാൻ പറയാൻ വന്നു. ഇപ്പൊ തമിഴ്നാട്, കർണാടക അവരൊക്കെയാണെങ്കിൽ എപ്പോ ആയാലും ശരി, ഇപ്പൊ രാത്രി മിഡ്നൈറ്റ് ആയാലും അവർക്ക് കുളിക്കണം. അത് എത്ര സമയം എടുത്തായാലും അവരൊന്ന് കുളിക്കും. ഒരു ദിവസമേ കുളിക്കത്തുള്ളൂ. പിന്നെ 2, 3 ഒന്നും അവർക്ക് കുളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവര് കുളിക്കത്തുമില്ല. അത് വേറെ കാര്യം. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ അവര് 4ന്റെ അന്നായിരിക്കും കുളിക്കുക. പിന്നെ 5 പിന്നെ അവർക്ക് 6 ദിവസം കഴിയുക അങ്ങനെയൊന്നുമില്ല. അപ്പോ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണ് പീരിയഡ്സിനുള്ളത്. അപ്പോ ഇതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കുളിക്കാൻ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ പൊതുവെ നമുക്കെന്തോ നമ്മളിപ്പോ ശുദ്ധം ഹൈജീൻ ഒക്കെ കീപ്പ് ചെയ്യുക, കുളിക്കുക, ശുദ്ധിയോടെ അമ്പലത്തിൽ പോവുക, അങ്ങനെയൊക്കെ നമ്മള് പാലിക്കുന്ന ഒരു ആചാരമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ആചാരം അനുഷ്ഠാനൊക്കെ എതിരായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പീരിയഡ്സിനെ പറ്റി പറഞ്ഞു വന്നപ്പോ ഞാൻ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. സോ അപ്പൊ ഇന്ന് ഇത്രയാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ട വീഡിയോയും ഇനി ഇടാൻ പോകുന്ന വീഡിയോസും നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിരിക്കും ഇനി എനിക്ക് മുന്നോട്ടുള്ള ഈ ഒരു പീരിയഡ്സിനെ പറ്റിയിട്ടുള്ള ടോപ്പിക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ അപ്പൊ നമുക്ക് എന്തായാലും എന്നിട്ട് ഒരു സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ പറയാം. ഓക്കെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബേബി, സി യു.